ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ പതിവ് പോലെ നമ്മളെ ചുങ്കത്ത് വീണ്ടും ഒരു സിമെൻറ്റ് ലോറി കുടുങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ബ്ലോക്കാണ്. ഒരു സൈഡിൽ കൂടി മാത്രം വണ്ടി കടക്കുള്ളൂ. അപ്പോൾ വലിയ വണ്ടികൾ കടക്കൂല എന്നുള്ളതിലാണ് കേൾക്കുന്നത്. ബസ് അങ്ങനത്തെ വണ്ടികൾ പാടാണിക്കരം ചിലപ്പം. തൽക്കാലം വെട്ടിച്ചേർന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുത്തുകൊണ്ട് അയ്യോമ്മ കയറിപ്പോയി സൈലൻ്റ് അവിടെ ഇറങ്ങാനുള്ള പരിപാടി നോക്കിക്കോളി. ഓക്കെ, അസ്സലാമു അലൈക്കും. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സിമന്റ് ലോറി ചുങ്കത്തെ ഇടുങ്ങിയ വളവിൽ കുടുങ്ങിയത്. വലിയ വാഹനങ്ങൾക്ക് സുഗമമായി തിരിയാൻ കഴിയാത്ത വിധത്തിലുള്ള അശാസ്ത്രീയമായ വളവാണ് ഇവിടെയുള്ളതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. സർവീസ് റോഡ് നിലവിൽ വന്നതിനു ശേഷം നിരവധി ലോറികളും കണ്ടെയ്നറുകളുമാണ് ഇവിടെ കുടുങ്ങിയിട്ടുള്ളത്. കാടാമ്പുഴ വെട്ടിച്ചിറ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പുത്തനത്താണി ടൗണിലേക്ക് എത്താൻ ആശ്രയിക്കുന്ന പ്രധാന വഴിയാണിത്. ഓരോ തവണയും വലിയ വാഹനങ്ങൾ കുടുങ്ങുമ്പോൾ കിലോമീറ്ററുകളോളം ചുറ്റിക്കറങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ് മറ്റു വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഉള്ളത്. ദേശീയപാത അധികൃതരുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. അപകടങ്ങളും ഗതാഗതക്കുരുക്കും ഒഴിവാക്കാൻ ഈ വളവ് പരിഷ്കരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. ഈ ചാനൽ ന്യൂസ് പുത്തനത്താണി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്, താനാളൂർ.